ഹലോ, കനക് ബുട്ടിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് ബ്ലൗസുകൾ, ഒരു വെഡ്ഡിങ് ബ്ലൗസുകൾ നമ്മൾ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലൗസുകൾ കാണാം കേട്ടോ. ഫസ്റ്റ് വൺ ഒരു ഗ്രീൻ കളറിൽ അതിൻ്റെ വർക്കൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണാം. എൻ്റെ സാരിയുടെ കളറിനനുസരിച്ചിട്ട് ബീഡ്സും സിൽവർ കളറിലെ കട്ട് ബീഡ്സും സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷനിൽ മാത്രമാണ് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ബ്ലൗസ്. ഇത് വേറൊരു ബ്ലൗസ്. ഇത് ഒരു കോപ്പർ ഷെയ്ഡ് ചെറിയിൽ വരുന്ന ഒരു മന്ത്രകോടി സാരിയാണ്. സോ ഇതിൻ്റെ നെക്കും സ്ലീവ്സും നമ്മൾ കോപ്പർ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ആലില നെക്ക്, ഒരു വി നെക്ക്, കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു വി നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു വെഡ്ഡിങ് ബ്ലൗസ്. വെഡ്ഡിങ് ബ്ലൗസിന്റെ നെക്ക് കാണാം. നെക്ക് ഇതുപോലെ സർദോസി, മിറർ ആൻഡ് കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ്സും അതിൻ്റെ ജെറിയുടെ വർക്കിനനുസരിച്ചിട്ട്, എംബ്രോയിഡറി വർക്കിനനുസരിച്ചിട്ട് ഫുൾ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർദോസി വർക്കും മിറർ വർക്ക്സ് ഒക്കെ വെച്ചിട്ട് അതിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫുൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബ്ലൗസാണ് വെഡ്ഡിങ് ബ്ലൗസ്. ഇനി മറ്റൊരു ബ്ലൗസ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ, ഒരു ഹാഫ് പോർഷൻ ഒരു നെറ്റും പിന്നെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാരിയുടെ ചെറിക്കും പിന്നെ കളറിനൊക്കെ മാച്ച് ആവുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഒരു വെഡിങ് ബ്ലൗസോ അല്ലെങ്കിൽ ഇതുപോലെ മന്ത്രകോടി ബ്ലൗസോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുപോലെ ഇതൊരു നോർമൽ ബ്ലൗസ്. അതിൽ ദുപ്പട്ടയ്ക്ക് വെച്ചിട്ടുള്ള സെയിം ലേസ് തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ബ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു അഭിപ്രായം കൂടി നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ബ്രൈഡ് ഗോപിക. അപ്പൊ നമ്മുടെ ബ്ലൗസ് ഒക്കെ ട്രയൽ ചെയ്തിട്ട് നിൽക്കുകയാണ് ഗോപിക. അപ്പൊ ബാക്കി ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഗോപികനോട് തന്നെ ചോദിക്കാം. പറയടാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ബ്ലൗസ് ഒക്കെ? ഇതൊക്കെ ട്രയൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രയൽ ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഹാൻഡ് വർക്ക് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടുള്ള ഐഡിയ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ചേച്ചിയുടെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്തതല്ല. എല്ലാ ബ്ലൗസും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ മൊത്തം ഒരു 5 ബ്ലൗസ് എങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കേടാ. പിന്നെ മോളിപ്പോൾ എത്ര വർഷമായി നമ്മുടെ കനകുമായിട്ട് കനകിൽ വരാൻ തുടങ്ങിയിട്ട്, സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ശരിക്കും ഇത് എൻ്റെ അനീത്തിയാണ് ആക്സിഡൻ്റലി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ ഷോപ്പ് കണ്ട് ഇവിടെ നിർത്തി അങ്ങനെ 2 ടോപ്പ് എടുത്ത് തയ്ച്ചാണ് പരിചയം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു 3-4 ടോപ്പ് അവൾ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടായിരുന്നു തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ലെഹങ്ക സ്റ്റിച്ച് ചെയ്തു. അതും നന്നായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ബ്രൈഡ് കല്യാണത്തിന്റെ വർക്കെല്ലാം തന്നത്. ഓൾമോസ്റ്റ് ഇപ്പൊ 2 വർഷത്തോളം ആയല്ലേ കനകുമായിട്ട്? അതെ, ഇവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വരാം. ചേച്ചിയാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ വീണ്ടും ഇനിയും നിങ്ങളുടെ എല്ലാ വർക്കുകളും ഇതുപോലെയൊക്കെ തീർച്ചയായിട്ടും കൊണ്ടുവരാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം എല്ലാവരോടും പറയാം. കനകിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.